ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഒരു അടിപൊളി ഒരു സംഭവം കണക്ക് എന്തായാലും ചെയ്യാനായിട്ട് വേണം. ഓക്കെ, ഞാൻ മാത്രമല്ല നമ്മുടെ ഷിൻചാനും. അല്ലടാ ഷിൻചാനെ. യെസ് ഗായ്സ്, ഓക്കെ. അപ്പം ഈ ഷിൻചാനും അതേപോലെ തന്നെ നമ്മളെ ഫ്രാങ്ക്ലിൻ ചേട്ടനും കൂടെ ഒന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടുക്കാച്ച് എക്സ്പെരിമെൻറ്റുകളൊക്കെയാണ് ഗൈസ് ചെയ്യാനായിട്ട് വേണം. യെസ് ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അടിപൊളിയുള്ള വേറെ ലെവലായിട്ടുള്ള എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദീപാവലിയിൽ നമുക്ക് നമ്മളാണെങ്കിൽ പടക്കവും നമ്മളൊക്കെ എന്തായാലും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലിട്ട്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഈ വീട്ടിലിട്ട്. അപ്പം കോടിക്കണക്കിന് പടക്കവും കണക്കെ എന്തായാലും ബാക്കി എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. സാധാരണ ഈ കാണുന്ന പടക്കങ്ങളെന്നൊക്കെ വെച്ചാൽ കേൾക്കട്ടെ, കുറേ പടക്കങ്ങൾ എന്തായാലും ബാക്കി വന്നിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോണേന്ന് വെച്ചാൽ ഈ കാണുന്ന പടക്കങ്ങൾ വെച്ച് നമ്മൾ ഈ ബോട്ടിലിരിക്കണ ഫുൾ ജെറിക്കാൻ വേറെയും കുറേ കെമിക്കൽസ് എല്ലാം കൂടെ ചേർത്ത് ഇവിടെ വച്ചിട്ട് നമ്മളാണെങ്കിൽ കുറേ സ്റ്റിക്കി ബോംബ് എറിഞ്ഞിട്ട് നമ്മൾ വലിയൊരു പൊട്ടിത്തെറി നടത്താനായിട്ട് പോകണം. വലിയൊരു അടിപൊളിയായിട്ടുള്ളൊരു റോക്കറ്റ് പോലെ ഇങ്ങനെ പോകുന്നതാണ് എന്തായാലും ഞാൻ കുറേ വീഡിയോ കണ്ട് പറയണത്. ഞാനല്ല, നമ്മുടെ ഫ്രാങ്ക്ലിൻ കണ്ട് പറയണത്. ഓക്കെ അപ്പം കുറേ വീഡിയോകൾ കണ്ടിട്ടുള്ളതാണ് ഇതേപോലത്തെ പടക്കങ്ങളുടെ മണ്ടയ്ക്ക് ജെറിക്കാനും കുറേ കെമിക്കൽസൊക്കെ ചേർത്ത് ഒഴിച്ചിട്ട് 2-3 സ്റ്റിക്കി ബോംബറുടെ പൊട്ടിച്ചതിന് വലിയ റോക്കറ്റുകൾ തെറിച്ചോ എന്നാണ് പറയണത്. അതിനി വീടെങ്ങനെ കത്തിപ്പിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് നീക്കിയാണ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റിക്കി ബോംബ് വേണം. എടാ ഷിൻചാനെ, നീ ആ കെമിക്കൽസൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒരു കാര്യം സ്റ്റിക്കി ബോംബൊക്കെ പിടിപ്പിക്കേ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റിക്കി ബോംബ്സ് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ കേസൊക്കെ ഒരു വലിയൊരു പൊട്ടിത്തെറിയെ നിർത്തണം. അതേപോലെ തന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഓൾറെഡി ജെറിക്കാനൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ പാട്ടകളൊക്കെയാണ് ആയിരിക്കുന്നുണ്ട്. ഇതെല്ലാം തീർന്ന പാട്ടകളൊക്കെയാണ്. ഇതിൻ്റെ അത് ഫുള്ള് ജെറിക്കാനായിരുന്നു, ഫുള്ളായിട്ട് കെമിക്കൽസൊക്കെ ആയിരുന്നു. എല്ലാം തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് സ്റ്റിക്കി ബോംബും കൂടെ എന്തായാലും. ഓക്കെ, അങ്ങനെ കേസ് നമ്മളങ്ങനെ ഫൈനലി കേസ് ആ ഒരു എല്ലാ പടക്കങ്ങളുടെ മണ്ടയ്ക്ക് നമ്മളെന്തായാലും നമ്മുടെ ആ ഒരു സ്റ്റിക്കി ബോംബ് നമുക്ക് എന്തായാലും വെച്ചിട്ട് എന്തായാലും ഉണ്ട്. കേസൊക്കെ ഇനി ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടിക്കണം. അപ്പോൾ കേസ് അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണതിന് മുമ്പായിട്ട് ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ നമ്മൾ ചെയ്താൽ വീഡിയോസ് നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം നമുക്ക് കഴിച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ എക്സ്പെരിമെൻറ്റ് കണക്ക് ചെയ്ത് നോക്കാം. എന്താവും ഒന്നൊരു ഐഡിയ ഒന്നുമില്ല. ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോകണം. വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ. റോക്കറ്റ് പോലെ പോകുന്നതാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ആകെ സീനായേക്കാണ്. എൻ്റെ ഓപ്പ് നല്ല രീതിക്ക് എന്തായാലും സീനായേക്കാണ്. കട്ട സീനായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ആരും ഏതാണ് പടക്കത്തിൻ്റെ മണ്ടയ്ക്കാണ് നമ്മളാണെങ്കിൽ സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിച്ചപ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഫുള്ള് നമ്മുടെ വീട് കംപ്ലീറ്റ് നശിച്ച് പണ്ടാറടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടാണ് കേസ് ഈ കാണണേന്ന് വെച്ചാൽ എൻ്റെ ദൈവം ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ തന്നെയല്ല. എൻ്റെ ഓമ്പോ ഇതെന്തോണ്ടേ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയോ ബ്രിക്സ് പോലത്തെ എന്തോ ഒരു സാധനം വന്ന വീടേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് വീട് ഫുള്ളായിട്ട് നശിച്ച് പണ്ടാറടങ്ങി ഒരു വകയ്ക്കും കൊള്ളാത്ത രീതിയിലായി പോയിട്ടുണ്ട് കേസ്. എൻ്റെ ഓമ്പോ നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോണ്ട് നമ്മുടെ ഷിൻചാനെ കാണുന്നത്. നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ ഒട്ടും തന്നെ വയ്യ. ആ വെളിയിൽ നല്ല ഫയർഫോഴ്സുകളൊക്കെ എന്തായാലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവരൊന്നും നമ്മളെ ചിലപ്പോൾ രക്ഷിക്കുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ഒരുവിധം നമ്മളങ്ങനെ രക്ഷപ്പെട്ടേക്കാണ്. എൻ്റെ മോൻ ഇതെന്താണ് എൻ്റെ അമ്പോ ഗൈസ്, നമ്മുടെ വീട് കിടക്കണ കോലം കണ്ട. എൻ്റെ പൊന്നെ ഇതെന്താണ് വലിയ എന്തോ കട്ട പോലത്തെ സാധനമൊക്കെ പൊളിഞ്ഞതാണ്ട് എൻ്റെ മണ്ടയ്ക്ക് വീണേക്കാണ്. എൻ്റെ ഒപ്പം ഫുള്ള് നശിച്ചേക്കാണ് കേട്ടോ നമ്മുടെ വീട്. നമ്മുടെ വണ്ടി ഇവിടെ പൊളിഞ്ഞിടപ്പെടുമോ ഒന്നാതെ പോയി. എൻ്റെ ഇടയിൽ കൂടെ മിക്കവാറും അടിച്ചു വിടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഫയർഫോഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കത്തില്ല. അവരോട് സംസാരിച്ച് നോക്കാം. അല്ല സാറേ, എൻ്റെ ഷിൻചാനെന്നൊരാളും കൂടെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. ഓ ഷിൻചാനാണ്. ഇവിടെ വെളിയിൽ ഒരാൾ ബോധം കിട്ടി കിടന്ന്. ആ സാറേ അത് തന്നെയാണ്. അവനെ ഞങ്ങളെന്തായാലും ഞങ്ങളുടെ ആംബുലൻസ് കയറ്റി അയച്ചിട്ടുണ്ട്. ഇനി നിങ്ങളും കൂടെ ഒന്ന് പോയാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ പോയാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോ. ഇവിടുത്തെ സാഹചര്യം ഇച്ചിരി സീനാണ്. മിക്കവാറും വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ആ സാറേ, ഞാൻ പെട്ടെന്ന് തന്നെ ആംബുലൻസ് പിടിച്ച് വയ്ക്കോളാം. ഓക്കെ കേസ്, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് നല്ല 8ൻ്റെ പണി ഇങ്ങനെ കിട്ടിയേക്കാണ്. നമ്മുടെ ഷിൻചാന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, എന്തായാലും നമ്മളോട് അവരോട് പോകാനാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ ഇപ്പോൾ അടുത്ത ആംബുലൻസ് കണക്ക് വരും. ഓക്കെ, നമുക്കാണെങ്കിൽ ഒട്ടും തന്നെ വയ്യ. നമ്മളിങ്ങനെ എണീറ്റ് കിടക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ആംബുലൻസ് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. എൻ്റെ ആകുമ്പോൾ ഒട്ടും വയ്യ കേസ്. എന്തായാലും ആംബുലൻസ് കണക്ക് വരട്ടെ. ഓക്കെ, നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു
തീരുമാനമായേക്കാണ് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ആംബുലൻസിലുകളൊക്കെ എന്തായാലും തിരിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാം കേസ്. നമ്മുടെ ഷിൻജാന് സീരിയസ് എന്നാണ് അവരെന്തായാലും പറഞ്ഞു, ഒട്ടും തന്നെ വയ്യെന്നാണ് പറഞ്ഞത് അവനൊക്കെ. എന്തായാലും നമ്മുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്. ഓക്കെ, നമുക്ക് ഒട്ടും തന്നെ വയ്യ കേസ്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേസ് ഡേ 2 കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എൻ്റെ മോനെ കേസ് നമ്മളെന്തായാലും ഹോസ്പിറ്റലും കണക്കെ ആയിരുന്നു കേസൊക്കെ. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോഴും സത്യം പറയാൻ ഒട്ടും തന്നെ എന്തായാലും വയ്യായിട്ടോ നടക്കാനായിട്ട്. അത് മാത്രമല്ല ഒട്ടും തന്നെ വയ്യ കേസ് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ഷിൻജാന് വേറെ സീനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഷിൻജാന് എന്തായാലും ഇവരെന്തായാലും അഡ്മിറ്റ് ആക്കി എന്നാലും വെച്ചേക്കണം. എന്ന് വെച്ചാൽ ആ ബോംബ് നമ്മളെന്തായാലും പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെന്തായാലും അങ്ങ് ഓടി അങ്ങ് സൈഡ്. പക്ഷേ ഷിൻജാനാണെങ്കിൽ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ബോംബ് പൊട്ടിയോണ്ട് അവന് നല്ല രീതിയിൽ എന്തായാലും പരിക്ക് പറ്റിയിട്ട് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് അവൻ എന്തായാലും ICUവിൽ കണക്കെയാണ് എന്തായാലും. ഇതുവരെയായിട്ട് ബോധം തെളിഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും അവന് വേറെ കുഴപ്പങ്ങളോ കാര്യമൊന്നും തന്നെയില്ല. നമ്മളിപ്പോൾ ജീവനോടെ ഇരിക്കണതിന് വലിയ ഭാഗ്യമാണ്. നമുക്ക് ഏത് നേരത്താണ് പടക്കം വെച്ച് പൊട്ടിക്കാൻ തന്നെ. പക്ഷെ നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കേസൊക്കെ. നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്ക് എന്നാലും പണി കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. നമ്മുടെ വീട് കംപ്ലീറ്റ്ലി പൊളിഞ്ഞുകൊണ്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചിന് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാം. അവിടെ ഷിൻജാനോടെ കിടക്കണം. പിന്നെ ഈ കാറെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറുകളൊക്കെയാണ്, നമ്മുടെ കാറൊന്നുമല്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്നതല്ല ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ ആയിരുന്നു. അത് ഫുള്ളായിട്ട് എന്നാലും കത്തിയേക്കാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവാം. അവിടുത്തെ സ്ഥിതി എന്താണോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും നല്ല രീതിക്ക് എന്തായാലും പണികളൊക്കെ കിട്ടിയേക്കാണ് കേസ്. ഓക്കെ ഓക്കെ നമ്മുടെ വീടിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ ആ ഒരു സ്വിഫ്റ്റ് ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ഫുള്ളോടെ പോലീസ് വന്നേക്കാണ്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ വീട്ടിലോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഫയർ എഞ്ചിനൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കിടപ്പുണ്ട്. എൻ്റെ ആകുമ്പോൾ ഇവർ തീയെ കണച്ച എൻ്റെ ഫുള്ള് കത്തി ഒരു പരുവായിട്ടിരിക്കുകയാണ്. കാരണം ആ ഒരു വീടിൻ്റെ മണ്ടൊക്കെ എന്തോ പൊളിഞ്ഞ് വീണേക്കണം. എനിക്ക് തോന്നുന്നു വീടിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങൊക്കെ ആയിരിക്കും പൊളിഞ്ഞു വീണത്. സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ട ഫുള്ളായിട്ട് നശിച്ചേക്കാണ്. നമ്മളെ ഡിഫൻഡറാണ് ഈ കരിഞ്ഞ് കിടക്കണം ഇവിടെ. എൻ്റെ മുമ്പ് ഫുള്ള് പൊളിഞ്ഞേക്കാണ്. ഓക്കെ പക്ഷേ ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ നമ്മുടെ വീടിനെതിരെ ഒരു ഓർഡറുകളൊക്കെ ഇട്ടുകയാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീടുകളൊക്കെ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും പൊളിച്ച് മാറ്റാനായിട്ട് എന്നാലും പോകണമെന്നാണ് കേസ് ഇവരെന്തായാലും പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, എന്തിനാണ് ഈ വീട് പൊളിച്ച് കളയണമെന്ന് വെച്ചാൽ ഈ വീട് ഫുള്ളായിട്ട് എന്തായാലും തകർന്ന് തരിപ്പണമായിട്ട് എന്തായാലും ഇരിക്കണം. ഈ ഒരു വീടിന് ഇനി ഒന്നും തന്നെ പണിയാനായിട്ട് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അഥവാ ഈ വീട് റീബിൽഡ് ചെയ്താലും കൂടിപ്പോയ ഒരു 2 മാസമൊക്കെ നിൽക്കുമെന്നാണ് പറയുന്നത്. വെച്ചാൽ ഇതിൻ്റെ എല്ലാ കമ്പികളും എല്ലാ സാധനങ്ങളും ഫുൾ ഇതിൻ്റെ സ്ട്രക്ചർ ഫുള്ളായിട്ട് നശിച്ച് പൊണ്ടാറണങ്ങി പോയേക്കാണ്. ഓക്കെ, നമുക്കിനി ഉള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിനെ കംപ്ലീറ്റ്ലി ഇടിച്ച് പൊളിച്ച് നീക്കുക. അല്ലാതെ നമ്മളിതിനെ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണി കിട്ടുമെന്നാണ് അറിയുന്നത്. നമുക്ക് ഏകദേശം 1 മാസമൊക്കെ താമസിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കണക്കാണ് എന്തായാലും അറിയാൻ പറ്റുന്നതാണ്. ചില വീടിന് ചെറിയ കുലുക്കമൊക്കെ വരുന്നതാണ്. അത് മാത്രമല്ല വീട് ചിലപ്പോൾ പൊളിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് വലിയ കാറ്റൊക്കെ അടിക്കും. വെച്ചാൽ ഫുള്ളായിട്ട് അതിൻ്റെ അകത്തുള്ള കമ്പികളെല്ലാം പൊട്ടിയേക്കാണ്. ഇത്രയും വലിയ സാധനമൊക്കെ പൊളിഞ്ഞിൻ്റെ മണ്ടൊക്കെ വീണു. അപ്പോൾ ഫുള്ള് നശിച്ചേക്കാണ് കേട്ടോ. എൻ്റെ ആകുമ്പോൾ ഫുള്ള് പൊളിഞ്ഞേക്കാണ്. വീട് ഫുള്ളായിട്ട് നശിച്ച് എന്തോ ഗ്ലിച്ചടിച്ചെന്തോ ഇരിക്കുകയാണ് ഫുള്ളായിട്ട്. എൻ്റെ ആകുമ്പോൾ നോക്കിക്കണം മനസ്സിലാവും. ഇൻറ്റീരിയർ ഫുള്ള് പോയി കിടക്കാനുണ്ട്. ഈ കട്ട പോലത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ അവിടെ വീടിൻ്റെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ബ്ലോക്കെല്ലാം കൂടെ പൊളിഞ്ഞ് വീണേക്കണം. അത് ഫുള്ള് കരിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണ്ട. ഫുള്ളായിട്ട് അടഞ്ഞു പോയേക്കാണ് അകത്തൊക്കെ ഉണ്ട്. ഫുള്ള് പൊളിഞ്ഞ് പണ്ടാറടങ്ങി കിടക്കുകയാണ്. ഈ വീടിനെ കൊണ്ട് ഒരു ഉപയോഗം തന്നെയല്ലേ. ഇവർ കഷ്ടപ്പെട്ടാണ് എൻ്റെ തീ അണച്ചതെന്നാണ് പറഞ്ഞത്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് വറ്റിപ്പോയാണ്. അതേപോലെ തന്നെ ഉണ്ട് നമ്മുടെ തറയിലോട്ട് ഇൻ്റർലോക്ക് ഇല്ലേ, അതെല്ലാം കൂടെ പൊളിഞ്ഞ് ചാടിയെന്നാണ് ഇവർ പറയണത്. വെച്ചാൽ എല്ലാം കൂടെ പൊളിഞ്ഞെന്നാണ് പറയണത്. വെച്ചാൽ ഇവിടെ വെച്ചാൽ സ്വിമ്മിംഗ് പൂളാണല്ലോ, ആ സ്വിമ്മിംഗ് പൂള മണ്ടയ്ക്കൂടെ ആ ഒരു ഇൻ്റർലോക്ക് പോലത്തെ സാധനം പൊളിഞ്ഞ് വീണെന്നാണ് എന്തായാലും പറയണത്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും തന്നെ കാണാത്ത ഫുള്ള് പോയി കിടക്കണം. ഇനി ഈ വീടിനെ കൊണ്ട് ഒരു ഉപയോഗമല്ലോ. ഓക്കെ, ഇവരെ പറയണമെന്ന് വെച്ചാൽ ഈ വീട് പൊളിച്ച് മാറ്റാൻ പോകണമെന്നാണ് എന്തായാലും പറഞ്ഞത്. അവിടെ താൻ എന്തിനോടെ ഇവിടെ നിൽക്കണം, തനിക്ക് എന്തോടെ പൊക്കിയോടെ സാറാവിന് എൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടിലെന്ന് എനിക്ക് നിന്നിവിടെ, എൻ്റെ വീടാണെങ്കിൽ കത്തിയ. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ എന്ന് വെച്ചാൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഈ വീടിനെ ഫുള്ളായിട്ട് ഇവിടെ പൊളിച്ച് നീക്കിയിട്ട് ഇവിടെ വലിയൊരു മോളോ അല്ലെങ്കിൽ വല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിടുക്കാച്ച് ഫ്ലാറ്റോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഞങ്ങൾ പണിയാനായിട്ട് പോണേ. എനിക്കിനി ഇവിടെ വീട് പണിയാനൊന്നും തന്നെ പറ്റത്തില്ല. ഈ വീട് ഞങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് പൊളിച്ച് കളയാനായിട്ട് പോകണം. ഓക്കെ, മനസ്സിലായല്ലോ. അതെന്തോന്നാണ് സാറേ, എൻ്റെ വീടല്ലേ, എനിക്ക് ഇവിടെ എന്ത് പണിയണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ വീട് പൊളിച്ചിട്ടെങ്കിൽ ഞാൻ പുതിയ വീട് പണിയാം. തനിക്കെന്തോ ഞാൻ എൻ്റെ വീടിന് എന്തുവാണ് ചെയ്യാൻ, സാറിന് എന്താണ്? സാറിൻ്റെ വീട് ഒന്നല്ലല്ലോ, എൻ്റെ വീടല്ലേ. എനിക്ക് ഇതിനൊക്കെ അല്ലെങ്കിൽ വലിയൊരു പൈസ വേണം കോമ്പൻസേഷനായിട്ട് എൻ്റെ വീടിനെ പൊളിക്കുന്നതിനൊക്കെ നഷ്ടപരിഹാരമായിട്ട്. അവിടെ ഞങ്ങളൊന്നുമല്ലല്ലോ നിൻ്റെ വീട് ബോംബിട്ട് പൊട്ടിച്ചാൽ, നിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് കാരണമല്ലേ. ഒന്ന് സാറേ, എൻ്റെ വീട് ഇവിടെ നിന്ന് പൊളിക്കണമെങ്കിൽ എനിക്ക് കോമ്പൻസേഷനായിട്ട് പൈസ വേണം. ഏകദേശം ഒരു
2 പിന്നെ ഡോളറെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ് വേണം എൻ്റെ വീട് ഇവിടെ നിന്ന് പൊളിക്കണമെങ്കിൽ. ഒന്ന് പോടവിടുന്ന് ഇറങ്ങി പോടവിടുന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടത്തെ വെച്ചിട്ട് ഒരു കാര്യം തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, ഇവർ ഈ വീട് പൊളിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്കിപ്പോൾ ക്യാഷിൻ്റെ കാര്യത്തിന് ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ $1 മില്യൺ ഉണ്ട്. പക്ഷേ എന്നാലും ഗൈസ് നമ്മുടെ വീടിന് പ്രതികാരം വേണ്ടേ ഗൈസ്. ഓക്കെ, നമ്മുടെ വീട് പൊളിക്കണേന് നമുക്ക് പ്രതിഫലം വേണ്ടേ ഗൈസ്. ഓക്കെ, അതാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അവർ എൻ്റെ തലയിൽ കയറാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പോവാം ഗൈസ്. നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട്. ഓക്കെ, നമ്മുടെ വീട് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ വീട് പോയി ഗൈസ്. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ വണ്ടിയും പോയി വീടും പോയി എല്ലാം പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഒരു പാർട്ട് 2 എന്ന് വേണമെങ്കിലൊക്കെ പറയാം ഗൈസ്. ഓക്കെ, ഞാൻ വീണ്ടും ഗൈസ് ഒരു അടിപൊളി ഒരു സീരീസ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ പാർട്ട് 2 എന്നും പറയാം, അല്ലെങ്കിൽ അല്ലാത്തതെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ പാർട്ട് 2 അല്ല, നമ്മളൊരു വേറെ ലെവലായിട്ടുള്ള ഒരു ലക്ഷറി ഹൗസുകളൊക്കെ വാങ്ങിക്കണ ഒരു വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും അടുത്തെന്തായാലും നമ്മളെന്തായാലും ഇടുന്നതാണ്, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.